ഓറഞ്ച് ധാരാളം ഓറഞ്ച് വലിയൊരു നാരങ്ങയായിരുന്നു. തൊലിയൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയാണ്. ഉള്ളി പൊളിച്ചപ്പോൾ ഒരു ചെറിയ നല്ല വലിയ ഓറഞ്ചിൻ്റെ ഒക്കെ പാകത്തിലാണ്. പിങ്ക് കളറാണ് അല്ലേ? പിങ്ക് അല്ലികൾ നല്ല മധുരമുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെ മധുരയിലൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം എവിടെയോ ഹസ്ബൻഡ് പോയിട്ട് വന്നപ്പോൾ വിളിച്ച് ഇങ്ങനെ പ്രത്യേകം തന്നതാണിത്. ഒക്കെ എനിക്കിഷ്ടമാണിത്. കൊള്ളാം. ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരെണ്ണം എടുത്തുകൊണ്ട് വരണമെന്ന്. പിന്നെയും ഹസ്ബൻഡ് പറഞ്ഞ് ചോദിക്കാതെ ഒന്നും എടുക്കരുത്, ആർക്ക് വേണ്ടിയെങ്കിലും ടെലിഫോൺ ചെയ്ത് വെച്ച് അവിടെ വാതിൽക്ക് വെച്ചേക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണോന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവരെ കാണുമ്പോൾ നേരിട്ടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ശരി വരണം. ഹൈ പിങ്ക് കളറാണ്. പിങ്കാണ്. കഴിച്ചു വരുന്നു. കുഴപ്പമില്ല. അല്ലികളൊക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞാനായിരിക്കും കൂടുതലും കഴിക്കുന്നത്. ഹസ്ബൻഡ് കുറച്ച് കഴിക്കും. മോനുള്ളപ്പോൾ ചെറുപ്പം വിചാരിച്ചപ്പോഴാണ് അതിൻ്റെ തൊലി അത്ര പഴുത്തിട്ടില്ല, മഞ്ഞ നിറമില്ലായിരുന്നു. വെള്ളിയാഴ്ച എന്നാ വരുന്നത്? അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതുവരെ ഒന്നും വെച്ചേക്കാനൊക്കത്തില്ല. കൊള്ളാം. ഉണ്ടാക്കിയ സാമ്പാറാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പരിപ്പും കഷ്ണങ്ങളും കൂടെ ചേർത്ത് വേവിച്ചിട്ട് പിന്നെ പുളിയും മസാലകളും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കടുക് വറുത്തു. കടുക് വറക്കാൻ കടുക്, കറിവേപ്പില, ചുവന്നുള്ളി, വറ്റൽമുളക്. ചെറുപയറും പപ്പായും കൂടെയുള്ള തോരനാണ്. അതിലേക്ക് ഒരു പകുതി സവാള, ഒരു വറ്റൽമുളക്, കറിവേപ്പില, കടുക് ഇത്രയും ചേർത്ത് കടുക് വറുത്താണ് ഇതിനകത്ത് ചേർക്കുന്നത്. സാധാരണ നമ്മളെല്ലാ തോരനും ഇച്ചിരി സവാള ചേർക്കുമല്ലോ. ഇത് ആ രീതിയിലുള്ള തോരനല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല. സവാള അരിഞ്ഞ് ചേർത്തില്ല, സവാള വഴറ്റി ചേർത്തു. അത് അടച്ചിരിക്കട്ടെ. ഇന്ന് വെജിറ്റബിൾ മാത്രമാണ്, നോൺ വെജ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു. പച്ചക്കായാണ്, നമ്മുടെ പേയങ്ക കഴുകിയിട്ട് അരിഞ്ഞിട്ട് ഒരു അര ഗ്ലാസ്സിൽ കുറവ് വെള്ളം വെച്ചു. വെള്ളം ഉണ്ട് അതിനകത്ത്. ഇന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി അല്പം കൂടിപ്പോയോ. 1/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് കൂടി പോണ്ട മെഴുക്ക് പുരട്ടിക്ക്. ഇത്രയും ചേർത്തു. ഇനി ഇത് ലോ ഫെയറല്ല, ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫെയർ ആക്കാം. ആ സമയത്തേക്ക് ഇതിനകത്തോട്ടൊരല്പം എണ്ണയും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത്രയേ ഉള്ളൂ. എണ്ണ ചേർക്കുന്ന ഇത്രയേ ഉള്ളൂ. ബാക്കി ഇത് മെഴുക്കുവരട്ടി മൊരിഞ്ഞാലും ഇല്ലെങ്കിലും ഇതിനപ്പുറം ഒന്നും ചേർക്കത്തില്ല. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തിളച്ച് കഴിയുമ്പോൾ ലോ ഫെയറിലാക്കാം. എന്നിട്ട് വെന്ത് പറ്റി വരുമ്പോൾ എണ്ണ ഇതിനകത്തുണ്ട്. ബാക്കി പൊടികൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു വറ്റൽമുളകും കൂടെ ചതച്ച് ചേർക്കണം. ഏത്തക്കായ, പച്ചക്കായ, റൂട്ട്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേമ്പ്, ചേന, ഈ രീതിയിലുള്ള എന്ത് മെഴുക്കുവരട്ടി ഉണ്ടായാലും അതിന് സവാള ചേർക്കത്തില്ല. വെളുത്തുള്ളിയും അതിലൂടെ വറ്റൽമുളകും ചതച്ച് അതിൻ്റെ കൂടിയിട്ട് നല്ലതുപോലെ എണ്ണ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ പേർക്കുള്ളിൽ മിക്സ് ചെയ്ത്. കടുകൊന്നും മറക്കാതെ, കടുകൊന്നും ഇടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മെഴുക്കുവരട്ടി ഞാനാണ് പണ്ടേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് നിന്ന് ഇന്നത്തെ ഉച്ചയൂണ് കാണാം. രാവിലെ സാമ്പാർ വെച്ചു. ഉണ്ടായിരുന്ന പച്ചക്കറികളൊന്നും ഇവിടെ പച്ചക്കായ, പേയങ്കായ മെഴുക്ക് പുരട്ടി, പപ്പായ ചെറുപയർ തോരൻ, പച്ചമോര്,
അത് കഴിഞ്ഞിട്ട് നെല്ലിക്ക അച്ചാർ. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇത് പഴം ചെറുപയറുകൾ നമ്മുടെ വീട്ടിലെ പപ്പായാണ്. നമുക്ക് ഇത് പച്ചക്കായ മെഴുക്ക് വരട്ടി. സാമ്പാർ എടുക്കാം. സാമ്പാർ എല്ലാ പച്ചക്കറിയും ചേർത്തിട്ടുണ്ട്. ചേന, ചേമ്പ്, മുരിങ്ങയ്ക്ക, പരിപ്പ് ഇച്ചിരി കൂടുതൽ ചേർത്തു. നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ, കാണത്തില്ല. അത് മതി. പച്ചമോര് ലാസ്റ്റിലെടുക്കാം. ഇത് നെല്ലിക്ക അച്ചാറാണ്. അധികം എരി ചേർക്കാതെ നെല്ലിക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ അല്ലി അടർത്തിയെടുത്ത് അല്പം മുളക് പൊടിയും ബാക്കി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അല്പം ചാറായിട്ട് വെള്ളക്കിടുന്നത് പോലെ എണ്ണ വെച്ചാൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാറാണ്. ഒരല്പം മോരും കൂടെ, മോരിനകത്ത് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചതച്ചിട്ടതാണ്. കുറച്ചെടുത്തിട്ട് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും എന്ന് ദിവസം വേണമെങ്കിൽ മുട്ട പൊരിക്കാം. വേണ്ട എന്ന് വേണ്ടെന്ന് വെച്ചു. ഇത്രയും ഭക്ഷണം മതിയല്ലോ, ഇത്രയും കൂട്ടാൻ. 2-3 കൂട്ടാനൊക്കെ ധാരാളം. ഇത് പപ്പായ പയർ തോരനാണ്. താരൻ അരി ഇട്ടൊക്കെ കടു വറക്കും. പക്ഷെ തണുക്കുമ്പോഴത്തേക്ക് അത് തണുത്തു പോവും. ചൂടോടെ കഴിക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം.